നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്നത്. തിരക്കേറിയ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു റോഡ്. അവിടെ സമീപത്തായിട്ട് ഒരു പ്രീ സ്കൂൾ കാണാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് ഒരു 2.5 വയസ്സുകാരൻ ഗേറ്റ് തുറന്ന് റോഡിലേക്ക് ഓടിയെത്തുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. സംയോജിതമായ ഇടപെടലിലൂടെ അതുവഴി വന്ന ഒരു മിനി ലോറി ഡ്രൈവറാണ് ആ 2.5 വയസ്സുള്ള കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. വലിയ അപകടം ഒഴിവായ സംഭവം രാവിലെ 10:30 ആലുവ എടയപ്പുറം റോഡിലാണ് ഉണ്ടായിരിക്കുന്നത്. തോട്ടുമുഖത്ത് നിന്ന് എടപ്പയൂറത്തേക്ക് പോകുന്ന റോഡരികിൽ പ്രവർത്തിക്കുന്ന പ്രീ സ്കൂളിൻ്റെ തുറന്നു കിടന്നിരുന്ന ഗേറ്റിലൂടെയാണ് ആ കുഞ്ഞ് പുറത്തേക്ക് ഓടിയത്. ആ സമീപത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ ഒരു പ്രീ സ്കൂളിൽ കുഞ്ഞ് പുറത്തേക്ക് അവിടെ നിന്ന് വരുന്നതും സ്കൂളിലുള്ള മറ്റുള്ള അധികൃതരൊന്നും തന്നെ കണ്ടിരുന്നില്ല എന്നുള്ളതും ഏറെ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഒരാളോ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളോ അവിടെ ഉണ്ടായിരിക്കണം. പക്ഷേ അവരുടെ ഒന്നും തന്നെ ശ്രദ്ധ ഈ കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കണ്ടില്ല എന്നുള്ളതാണ് ഏറെ ഞെട്ടലുണ്ടാക്കുന്നത്. കുഞ്ഞ് പതുക്കെയാണ് റോഡിലേക്ക് ഇറങ്ങി വന്നത്. ആ സമയത്താണ് അതുവഴി എത്തിയ ഒരു മിനി ലോറി ഡ്രൈവർ കുഞ്ഞിനെ റോഡിൽ കണ്ടത്. ഉടൻ തന്നെ ഹോൺ മുഴക്കി അദ്ദേഹം വാഹനം നിർത്തുകയായിരുന്നു. തുടർന്ന് ഡ്രൈവറും ക്ലീനറും ചേർന്ന് വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി കുട്ടിയെ സുരക്ഷിതമായി റോഡരികിലേക്ക് മാറ്റി നിർത്തി. ഉടൻ തന്നെ സ്കൂൾ അധികൃതരെ വിവരം അറിയിക്കുകയും കുട്ടിയെ അവരുടെ കൈകളിൽ സുരക്ഷിതമായി ഏൽപ്പിക്കുകയും ചെയ്തു. സ്കൂളിൽ പെയിന്റിംഗ് ജോലികൾ നടക്കുന്നതിനാൽ ഗേറ്റ് തുറന്നു കിടന്നിരുന്നുവെന്നാണ് അധികൃതരുടെ വിശദീകരണം. കുട്ടി പുറത്തേക്ക് പോയത് ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും അവർ അറിയിച്ചു. ഡ്രൈവറുടെ സംയോജിത ജാഗ്രതയാണ് വലിയൊരു അപകടം ഒഴിവാകാൻ കാരണമായത്. സംഭവത്തിൽ പ്രദേശവാസികളും രക്ഷിതാക്കളും ആശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം 100 കണക്കിന് വാഹനങ്ങൾ പായുന്ന റോഡ് സൈഡാണ്. അതിലൂടെയാണ് ഒരു കുഞ്ഞ് ഇറങ്ങി വന്നത്. ഒരു പക്ഷേ അതുവഴി വളരെ വേഗത്തിൽ ചീറിപ്പായുന്ന ഒരു വാഹനമായിരുന്നെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. മാത്രവുമല്ല, കുഞ്ഞിങ്ങനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാൽ പോലും അതും വലിയ രീതിയിൽ അതൊരു വാർത്തയാകുമായിരുന്നു. പക്ഷെ അവിടെയാണ് അതുവഴി പോയ ഡ്രൈവർ കൃത്യമായി അദ്ദേഹം കുഞ്ഞിനെ കണ്ടപ്പോൾ വാഹനം സൈഡിലാക്കി ഒതുക്കി നിർത്തി കുഞ്ഞിനെ അവിടെ നിന്നെടുത്ത് അദ്ദേഹം ആ സ്കൂളിലേക്ക് കൊണ്ടുപോയത്. തീർച്ചയായിട്ടും ഇത് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള അശ്രദ്ധയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവിടെ പെയിന്റ് ജോലികൾ നടക്കുന്നതിനാലാണ് ഗേറ്റ് തുറന്നു കിടന്നിരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും തന്നെ ഒരു ന്യായീകരണമല്ല. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് ഗേറ്റിൻ്റെ അവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ നിർത്തേണ്ടതാണ്. കാരണം ഇപ്പോൾ സ്കൂളുകൾ തുറന്നു, കുഞ്ഞുങ്ങളൊക്കെ ഒരുപക്ഷെ ആദ്യമായിട്ട് സ്കൂളുകളിലും പ്രീ സ്കൂളുകളിലൊക്കെ വരുന്ന കുഞ്ഞുങ്ങളുണ്ടാകാം. അവരെ സംബന്ധിച്ച് ആദ്യമായിട്ട് അവിടെ വരുമ്പോൾ അവർക്ക് പുതിയ സ്ഥലമാണ്, പരിചയമില്ലാത്ത സ്ഥലമാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രീ സ്കൂളുകളിലൊക്കെ ഇരിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളുണ്ടാകാം. അവരൊരുപക്ഷെ ഇത്തരത്തിൽ കരഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ നിന്നോ ടീച്ചറോ അല്ലെങ്കിൽ അവരെ നോക്കുന്ന മറ്റുള്ള അധികൃതരോ കാണാതെ ഇറങ്ങി ഓടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൊച്ചു കുഞ്ഞുങ്ങളാണ്, അവർക്ക് അതിനെ കുറിച്ച് അത്രേ ബോധമുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവരെ നോക്കേണ്ടത് ആ സ്ഥാപനം നടത്തുന്ന അധ്യാപകരോ അല്ലെങ്കിൽ മറ്റുള്ള അധികൃതരോ ആണ്. തീർച്ചയായിട്ടും ഇത് അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു അശ്രദ്ധ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കുഞ്ഞുങ്ങൾ തങ്ങൾ കൊടുക്കുന്ന കൈകളിൽ വളരെ സുരക്ഷിതരായിരിക്കുമെന്ന് കരുതിയാണ് ഓരോ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ ഇത്തരത്തിലുള്ള പ്രീ സ്കൂളുകളിൽ മറ്റും കൊണ്ടുചെന്നാക്കുന്നത്. അവിടെ രാവിലെ കൊണ്ടുചെന്നാക്കി വൈകുന്നേരം അവരെ വിളിച്ചു കൊണ്ടുവരുന്നത് വരെ ആ കുഞ്ഞുങ്ങൾ തങ്ങളുടെ കുട്ടികൾ അവിടെ സുരക്ഷിതരായിരിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമായിരിക്കും ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടാവുക. അത്തരത്തിലുള്ള രക്ഷിതാക്കളെ തേടി ഒരിക്കലും ദുഃഖം നിറഞ്ഞ വാർത്തകൾ കേൾക്കാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്കും ആഗ്രഹിക്കാം. ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഇത്തരത്തിൽ 100 കണക്കിന് വാഹനങ്ങൾ പായുന്ന ഒരു റോഡിന് നടുവിൽ ഒരു പിഞ്ചു കുഞ്ഞ് ചിരിച്ചുകൊണ്ട് മുട്ടിലഴഞ്ഞു വന്നിരിക്കുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവരും ദൈവമേ എന്ന് നെഞ്ചിൽ കൈവച്ചു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അന്ന് അതുവഴി വന്ന ഒരു സ്വകാര്യ ബസ് ഡ്രൈവറാണ് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹം വാഹനം റോഡിന് കുറുകെ നിർത്തി. കാരണം അദ്ദേഹം റോഡിന് നടുക്കിൽ ബ്രേക്കിട്ട് നിർത്തി കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഒരുപക്ഷെ ബസ്സിനെ ഓവർടേക്ക് ചെയ്യുമോ എന്നുള്ള ഒരു ഭയം കൊണ്ട് അദ്ദേഹം റോഡിന് കുറുകെയാണ്, അതായത് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കും കടന്നു പോകാൻ സാധിക്കാത്ത രീതിയിൽ അദ്ദേഹം വാഹനം അവിടെ നിർത്തി. ഉടൻ തന്നെ ചാടി ഇറങ്ങി ആ കുഞ്ഞിനെ വാരിയെടുത്ത് അദ്ദേഹം അപകടം ഒഴിവാക്കുകയായിരുന്നു.
അന്ന് നടന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലായിരുന്നു. അന്ന് വീട്ടുമുറ്റത്ത് നിന്നാണ് ഒരു കുഞ്ഞ്, അത് മുട്ടിലിഴയുന്ന പ്രായം മാത്രമേ ആയിട്ടുള്ളൂ, വീട്ടിലുള്ള മറ്റാരുടെയും ശ്രദ്ധ ആ കുഞ്ഞിൻ്റെ മേലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുഞ്ഞ് പതുക്കെ മുട്ടിലിഴഞ്ഞ് വീടിനകത്ത് നിന്ന് പിന്നീട് മുറ്റത്തേക്കും അവിടെ നിന്ന് ഇത്തരത്തിൽ വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡിലേക്കും മുട്ടിലിഴഞ്ഞെത്തിയത്. അന്ന് ഏകദേശം രാവിലെ ഒരു 8:35 സംഭവം നടന്നത്. കൊണ്ടോട്ടി വലിയ പറമ്പിൽ നിന്ന് ഫറോക്കിലേക്ക് പോവുകയായിരുന്ന സഫ മർവ ബസ്സിലെ ജീവനക്കാരാണ് കിണറുപടിയിൽ എത്തിയപ്പോൾ നട റോഡിൽ കുഞ്ഞിനെ കണ്ടത്. ഒരു ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. തിരക്ക് കുറഞ്ഞ റോഡിൽ എതിരെ നിന്ന് ഒരു സ്കൂട്ടർ വരുന്നുണ്ടായിരുന്നു. ഡ്രൈവർ രാമചന്ദ്രൻ ഉടൻ ബസ് നിർത്തി മറ്റു വാഹനങ്ങൾ തടഞ്ഞു. കണ്ടക്ടർ MA മുഹമ്മദ് നവാസ് ആണ് കുഞ്ഞിനെ എടുത്ത് വീട്ടുകാരെ ഏൽപ്പിച്ചത്. റോഡിനോട് ചേർന്നാണ് വീട്. കുഞ്ഞിന് 1 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. വീട്ടുകാരുടെ കണ്ണ് തെറ്റിയപ്പോൾ കുഞ്ഞ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു. ആ കുഞ്ഞിനറിയില്ലല്ലോ ഇത്തരത്തിൽ അത് ചീറിപ്പായുന്ന ഒരു റോഡാണ്. താൻ ഇത്തരത്തിൽ മുട്ടിലഴഞ്ഞ് അവിടെ എത്തിയാൽ തനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്നുള്ളത്. ഇവിടെ രക്ഷിതാക്കൾ എല്ലാവരും കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും ഇത്തരത്തിൽ അവരുടെ ചെറുതായിട്ടൊരു ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കും. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ റോഡ് സൈഡിൽ വീടുകളുള്ള അല്ലെങ്കിൽ രക്ഷിതാക്കൾ വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമുള്ള വീടുകളിലുള്ളവർ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ മറ്റെന്ത് ജോലിയാണെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് കുഞ്ഞുങ്ങളെ നോക്കേണ്ടത് വളരെ കർശനമാണ്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ അപകടം പറ്റിയാൽ പോലും അത് സഹിക്കാൻ ഒരു രക്ഷിതാക്കൾക്കും സാധിക്കില്ല. തീർച്ചയായിട്ടും ഈ 2 സംഭവങ്ങളും ഉണ്ടായിരിക്കുന്നത് ആദ്യത്തേത് വീട്ടിൽ നിന്നാണ്. പക്ഷെ രണ്ടാമത്തേത് ഒരു പ്രീ സ്കൂളിൽ നിന്നാണ് ഇത്തരത്തിലൊരു കുഞ്ഞ് റോഡിലേക്ക് നടന്ന് വരുന്ന ഒരു കാഴ്ച വീഡിയോ ദൃശ്യം പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവർ ഇപ്പോൾ അധ്യാപകരുടെ കണ്ണ് തെറ്റി കുഞ്ഞ് ക്ലാസ് മുറികളിൽ നിന്നോ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഗേറ്റിന് സമീപം ഒരു സെക്യൂരിറ്റിയുടെ ശ്രദ്ധയുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ കുഞ്ഞ് റോഡിലേക്ക് പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇവിടെ അത്തരത്തിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഗേറ്റ് തുറന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ളൊരു അപകടം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവം ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം.